സാറേ, ഇയാൾ ഇവളെ കൊണ്ട് ഇതൊക്കെ പറഞ്ഞു പറയിപ്പിക്കുന്ന സാറേ. കാർത്തിക് ഇവിടെ താമസിക്കാൻ ഭയമുണ്ടോ? ഉണ്ട് സാർ. എന്നാ കാർത്തിക്കും പോലെ കാര്യങ്ങൾ വിശദമായി ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം എവിടെയാ പാളിച്ച പറ്റിയെന്ന് പറയാം. അവസാനം വാദി പ്രതിയായാൽ ഡയറക്ടർ സാറിന് സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. നിങ്ങൾ വാ വാ. ഓ സാറേ, കുഴപ്പമാവോ? അവൻ സ്വാധീനമുള്ളവനാണ്. കൃഷി ഓഫീസറാണെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. ഞങ്ങൾക്ക് അങ്ങനെ അയാളെ കുറിച്ച് ഒന്നും അറിയില്ല സാറേ. അറിയില്ലെങ്കിൽ ഇനി അറിഞ്ഞോളും. വല്ലാത്ത ഗ്രഹപ്പിഴയ്ക്കാ നിങ്ങൾ പിടിച്ച് ഞാൻ ജോലി ഏൽപ്പിച്ചത്. തരക്കേടില്ലാത്ത ഇമേജിൽ പോവുമായിരുന്നു. ഇനി നടന്നതല്ല അവളെങ്ങാൻ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ പൊക്കിക്കൊണ്ട് പോയാ നാളെ അത് വാർത്തയാ. വിഷ്വൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. സാറേ, അറിഞ്ഞോണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യോ സാറേ? എടോ, ഒരുവളെ കൊണ്ടുവരുമ്പോ അവളുടെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ മനസ്സിലാക്കണം. അവളുടെ പിന്നിൽ ആൾക്കാരുണ്ടെങ്കിൽ അത് അറിഞ്ഞു വെക്കണം. ഒരു തെറ്റ് പറ്റിപ്പോയി സാറേ. ആ പറ്റിയ തെറ്റ് മുറുകെ പിടിച്ചോണ്ട് നാളെ രാവിലെ 2 സ്ഥലം വിട്ടോണം. ഓ, വല്ലാത്തൊരു ഇടങ്ങേറായി പോയി. എടിപ്പപ്പിനി നമ്മളെ പോലീസുകാർ കൊണ്ടുപോടി. പോകുമ്പോഴേ നിങ്ങൾ തന്നെ പോയാ മതി, ഞാൻ വരില്ല. എടി, കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചേ പോകൂ. എടി, നിന്റെ പേരോട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടാവും. ആ പവിത്ര വിട്ടാ മതിയായിരുന്നു, ഞാൻ വരണ്ടായിരുന്നു. അപ്പോ കൃഷി ഓഫീസറാണല്ലേ? അതെ സർ. നിങ്ങൾ ആ സംവിധായകനെ തല്ലിയില്ലെന്ന് പറയാൻ പറ്റുമോ? തല്ലി സർ. അതുപോലെയാണ് അയാള് കാർത്തികയോട് പെരുമാറിയത്. ശരിയാണോ? അതെ സാർ. മുറിയിൽ കടന്നു കയറി ആക്രമിച്ചെന്നാണല്ലോ പരാതി. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് സർ. അങ്ങനെ വരുമ്പോ മറ്റൊരാൾ ഇയാളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ സർ. ഈ കുട്ടി അപ്പുറത്തേക്ക് ഇരുത്ത്, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. ശരി സാർ, വരൂ. ഇരിക്കും. കൃഷി ഓഫീസർ കൃഷിമന്ത്രിയുടെ ആരാ? എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. ഒരകുന്ന ബന്ധുവാ. പരിചയം എന്ന് പറഞ്ഞാ നല്ല പരിചയമുണ്ടല്ലേ? അതെ, എന്റെ നാട്ടുകാരനാ. ഞങ്ങളൊന്നിച്ച് പാടത്തും പറമ്പിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് ചെറുപ്പകാലത്ത്. ഇടയ്ക്കെന്നെ വിളിച്ചിരുന്നു. ഹോട്ടലിൽ പ്രശ്നമുണ്ടായപ്പോ ഞാൻ തല്ലും പോലീസ് കേസൊക്കെ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര മാന്യമായി പെരുമാറിയത്. സർ, അവര് ടെലിഫിലിം എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളുടെ ഭാവി കളയാ. മനസ്സിലായി. ഇനിയിപ്പോ ഞാനെന്താ ചെയ്തേരണ്ടേ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് മന്ത്രി പറഞ്ഞു. ഞാനും പ്രേമവിവാഹമാടോ. ഒരുപാട് കോളിളക്കത്തിന് ശേഷമാ ഞാൻ എൻ്റെ ഭാര്യയെ കൂടെ കൂട്ടിയത്. അവിടെ ജാതിയായിരുന്നു പ്രശ്നം. ഇവിടെ എന്റെ വീട്ടുകാരാ. വീട്ടുകാരുടെ വാശിക്ക് നിന്നാ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കൂടെ താമസിപ്പിക്കാൻ പറ്റുമോ? എടോ, ഇതിനൊക്കെ ഒരു സമയവും കാലവും ഉണ്ട്. അത് നമ്മൾ അങ്ങ് മുതലാക്കണം. തന്റെ കുടുംബത്തെ പറ്റിയൊക്കെ കൃഷിമന്ത്രി പറഞ്ഞു. അദ്ദേഹമായിട്ട് ഞങ്ങൾ കൃഷി ഓഫീസർമാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു 4-5 ദിവസം. നല്ല അടുപ്പായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത്. അന്ന് കുറെ സംസാരിച്ചു. എനിക്ക് ഇവിടെ നിന്നൊരു ട്രാൻസ്ഫർ വേണം. എന്റെ നാടങ്ങ് മാവേലിക്കരയാ, അവിടേക്ക്. പകരം ഞാൻ നാളെ തന്നെ നിങ്ങളുടെ കല്യാണം നടത്തി തരും. അയ്യോ സർ. എടോ, പേടിക്കാതോ. പരസ്പരം സ്നേഹിക്കുന്നവർ ഒന്നിച്ചില്ലെങ്കിലേ
ഒരു മനസമാധാനം കിട്ടില്ല എനിക്ക്. അതുപോലെ തന്നെ സ്നേഹിച്ചിട്ട് വഞ്ചിക്കുന്നവരെ, ആണായാലും പെണ്ണായാലും, അവരെ ഞാൻ എന്തെങ്കിലുമൊക്കെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കും. ആ ഒരു കാര്യത്തിൽ മാത്രം കോംപ്രമൈസ് ഇല്ല. സാറ് പറയുന്ന പോലെ അത്ര നിസ്സാരമല്ല കാര്യങ്ങൾ. എടോ, ഇത് നിസ്സാരമാടോ. പെണ്ണിനും ചെക്കനും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും നിസ്സാരമായ ചടങ്ങാണ് വിവാഹം. പക്ഷേ പെണ്ണിനെ പോറ്റാനുള്ള കഴിവുണ്ടാവണം കൂട്ടിക്കൊണ്ടു പോകുന്നവന്. അവിടെ പിന്നെ പെണ്ണിന്റെ സ്വത്തോ കുടുംബ സ്വത്തോ ഇതൊന്നും നോക്കരുത്. എന്നുവെച്ചാ വീട്ടുകാരെ ശല്യം ചെയ്യരുതെന്നർത്ഥം. എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല സർ. മനസ്സിലായി. അതുകൊണ്ടാ കൈ കൊടുക്കാൻ പറഞ്ഞു. ആ കൊച്ചിനെ കണ്ടാലേ നല്ല പേടിയുള്ള കൂട്ടത്തിലാ. അങ്ങനെയുള്ളപ്പോഴേ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചാൽ മതി, താലികെട്ടങ്ങ് നടക്കും. അത് കഴിഞ്ഞ് പിന്നെ വിപുലമായ ചടങ്ങൊക്കെ നടത്തണമെങ്കിലേ സാവകാശായിക്കോ. പെൺകുട്ടി സ്വന്തമായെന്നൊരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ പേടിക്കാനൊന്നുമില്ലടോ. കാർത്തു വിവാഹത്തിന് തയ്യാറായിരുന്നു. ഇടയ്ക്ക് ചില സംഭവങ്ങളുണ്ടായി. അതുകൊണ്ടാണ് വീണ്ടും പിന്നോട്ട് വലിഞ്ഞത്. സാരമില്ല, ഇന്നത്തോടെ നമുക്കതങ്ങ് സോൾവ് ചെയ്യാം. നമുക്ക് കുറച്ച് തണുത്ത കാറ്റൊക്കെ കൊണ്ട് പുറത്തെവിടെയെങ്കിലും പോയി സംസാരിച്ച് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്താ? ശരി സർ. ആ, എന്നെത്താൻ വാ. കൃഷി ഓഫീസർക്ക് കുട്ടിയെ വിവാഹം ചെയ്യാൻ താല്പര്യമാണെന്ന് പറഞ്ഞു. കുട്ടിക്ക് തിരിച്ചു. അതുകൊണ്ട് നാളെ നിങ്ങളുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു. അത് വേണ്ട സർ. വേണ്ടയോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. രണ്ടു കൂട്ടരെയും വീട്ടുകാരെ വിവരം അറിയിക്കാം. എന്നിട്ട് അവരെ ഇവിടെ വരുത്താം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സംസാരിക്കുക. എന്നിട്ടൊരു തീരുമാനത്തിലെത്തും. നാളെ വിവാഹത്തിന് സാക്ഷിയാവാൻ ഞങ്ങളൊക്കെ തയ്യാറാണ്. ഇനി തീരുമാനം അതിനെതിരാണെങ്കിൽ വീട്ടുകാർ വന്നിട്ട് രണ്ടാളെ ഇവിടുന്ന് പറഞ്ഞേക്കും. കാർത്തൂന്റെ ഭാഗത്തുനിന്ന് ഇവിടേക്ക് വരാൻ പവിത്രത്തിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ എൻ്റെ വീട്ടിൽ വിവരം അറിഞ്ഞ അവിടെയുള്ളവർ മാത്രമല്ല, അപ്പച്ചിയും വരും. അത് വേണ്ട സർ. അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ വിവാഹിതരായേ പറ്റൂ. അപ്പോ സാറിന്റെ വീട്ടിൽ അറിയില്ലേ? എനിക്ക് കാർത്തൂന് വേണം. കാർത്തൂന്റെ മനസ്സിൽ ഇപ്പോൾ അങ്ങനെ തന്നെ. എങ്കിൽ പിന്നെ ഇതാണ് ദൈവം നമുക്കായിട്ട് മാറ്റിവെച്ച അവസരം. തൻ്റെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടിയവരാ നമ്മൾ. ആ നടയിൽ വെച്ച് തൻ്റെ കഴുത്തിൽ മാലയിടാന്ന് ഞാൻ ദേവിക്ക് കൊടുത്ത വാക്കാണ്. അതിനി മാറ്റി ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ വിവാഹം നാളെ നടക്കട്ടെ. സാറിന്റെ ബന്ധുക്കളെ പറ്റി ചിന്തിക്കാതെയാണോ സാർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? എല്ലാവരെയും പറ്റി ചിന്തിച്ചു. ഞാൻ കെട്ടിയൊരു താലി അത് തൻ്റെ കഴുത്തിൽ ഭദ്രമായിട്ട് വേണം. ഒന്നിച്ച് ജീവിക്കാനല്ല, ഒരു ഉറപ്പിന് വേണ്ടി. യഥാർത്ഥ ദാമ്പത്യം ആരംഭിക്കുന്നത് എല്ലാവരും അറിഞ്ഞ ശേഷം മതി. താലി കെട്ടിയ ശേഷം പവിത്രടത്തേക്കൊപ്പം താൻ താമസിക്കും. സാവകാശം എൻ്റെ വീട്ടുകാരെ ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുവന്ന ശേഷം 4 ആൾ അറിഞ്ഞു തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകും. അത് സമ്മതിച്ചൂടെ? തൻ്റെ ഈ ഭയം ഒന്നിനും നല്ലതല്ല. പപ്പേട്ടൻ്റെ ഭാര്യയുടെ സംശയം ഭയന്ന്
നാട് വിട്ടുപോയി പവിത്രയിടത്തെയും താനും. അവിടെ നിങ്ങളെ അതിന് പ്രേരിപ്പിച്ചത് ഈ ഭയം തന്നെയാണ്. നല്ല കാര്യങ്ങൾക്കായി നമ്മളെ മുട്ടി വിളിക്കുമ്പോൾ ആ വിളി നമ്മൾ കേൾക്കണം. എന്റെ മാത്രമല്ല, തന്നെ സ്നേഹിക്കുന്ന ഒരുപറ്റ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് തന്റെ ജീവന്റെ ജീവനായ കണ്ണേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ കൂടിച്ചേരല്. അത് അവസാനമായി അദ്ദേഹത്തെ ഞാൻ ജയിലിൽ പോയി കണ്ടപ്പോ പറഞ്ഞു കഴിഞ്ഞതാ. പിന്നെ ഇനി എന്റെ ബന്ധുക്കളെ ഓർത്ത് താൻ എന്തിനു ബുദ്ധിമുട്ടണം? അവരെ പറ്റി ചിന്തിക്കേണ്ടത് ഞാനാണ്. അറിഞ്ഞുകൊണ്ട് അവർ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. അപ്പൊ പിന്നെ ആരും അറിയാതെ ആഗ്രഹിച്ച പെൺകുട്ടിയുടെ കഴുത്തിൽ ഞാൻ നാളെ താലി കെട്ടും. ഒന്നിച്ച് ജീവിക്കാൻ കടമ്പകളുണ്ട്. അതിനു മുമ്പ് എനിക്കൊരു ഭാര്യയുണ്ട്. അതിന്റെ കാർത്തുവാണെന്നുള്ളൊരു ആത്മവിശ്വാസത്തിന് വേണ്ടി എനിക്കൊപ്പം നിൽക്കണം. താനെന്തോന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് പറയാനാ സർ? തന്റെ സമ്മതം ഇല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. സാറിനെ പറ്റി ആലോചിച്ചിട്ടാ എന്റെ പേടി അത്രയും. സാറിന്റെ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഒരു മടിയും കൂടാതെ ഇതിനൊക്കെ സമ്മതിച്ചേനെ. എന്നാ അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ മനസ്സിലാക്കിയ ശേഷം എനിക്ക് പെട്ടെന്ന് സമ്മതം മൂളാൻ പറ്റുന്നില്ല. തനിക്ക് ആലോചിക്കാൻ സമയം വേണം. എത്ര സമയം വേണമെങ്കിൽ എടുത്തോ. പക്ഷെ അവസാനം മറുപടി അനുകൂലമായിരിക്കണം. ഇത്രയും മനുഷ്യപ്പറ്റുള്ള ഒരാള് മോളെ വേണമെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുമ്പോ നമ്മളൊന്നും നന്ദി കെട്ടവരല്ലല്ലോ മോളെ. അതുകൊണ്ട് സമ്മതിക്കണം. നാളെയെങ്കിൽ നാളെ കൂടെ ജീവിക്കാൻ തയ്യാറാവണം. ഇനി വിളിക്കുമ്പോ ഞാൻ പറയാൻ കണ്ണേട്ടാ, നല്ലൊരു ദിവസം നോക്കി എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ. മതി. ഇനി ഏട്ടന് ഒരു വിഷമവും ഇല്ല. കാർത്തു, എനിക്ക് സമ്മതമാണ്. എന്തായി? ഞങ്ങൾ തീരുമാനിച്ചു സാർ. താലി കെട്ടേണ്ട ദിവസം നാളെ. ഒന്നിച്ച് ജീവിക്കേണ്ടത് എന്താണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. താലികെട്ട് കഴിഞ്ഞാ അതിനൊക്കെ തീരുമാനമായിക്കോളൂ. താലി കെട്ടും വരെ പ്രേമം, അത് കഴിഞ്ഞ് ഒന്നിച്ചൊരു ജീവിതം. അതോടെ ത്രില്ല് തീർന്നു. ഇവിടെ അതിലും മുകളിലാണ് നിങ്ങൾ ചിന്തിച്ചത്. ആദ്യം പ്രേമം, പിന്നെ താലികെട്ട്. രേഖാമൂലം ഭാര്യ ഭർത്താക്കന്മാർ. എന്നിട്ടും ഒന്നിച്ച് ജീവിക്കാൻ കഴിയാതെ വീണ്ടും പ്രേമിക്കും. ആ ഓർമ്മകളുണ്ടല്ലോ, വാർദ്ധക്യത്തിലും നമ്മുടെ മനസ്സിൽ അതേപടി തന്നെ കിടക്കും. അപ്പോ രാവിലെ തന്നെ ഞാൻ രജിസ്റ്റർ ഓഫീസിലേക്ക് വിളിച്ചു പറയാം. രജിസ്റ്ററിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പോവാം. ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. സാക്ഷികൾ ഓർത്ത് പേടിക്കണ്ട, അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. പിന്നെ കൃഷിമന്ത്രിയോട് പറഞ്ഞ് എന്റെ ട്രാൻസ്ഫർ അതൊക്കെ ശരിയാക്കാം സർ. ശരിയാക്കണം. നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയാൽ പിന്നെ ഭാര്യയും മക്കളെയൊക്കെ ഒന്ന് കാണാമല്ലോ, അതുകൊണ്ടാ. കുറച്ചുകൂടിയൊക്കെ തൻ്റെ ഇടം വേണം കേട്ടോ. ഇന്നത്തെ പെൺകുട്ടികൾ ആണിനേക്കാൾ മുകളിലാണെന്ന ചിന്ത വേണം. അപ്പോ രണ്ടുപേരോടായിട്ട് വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സർ. ഇന്ന് നിങ്ങൾക്ക് എന്റെ ക്വാർട്ടേഴ്സിൽ താമസിക്കാം. എന്താ എന്താ കൃഷി ഓഫീസർ? അമ്മേ,
വല്യമ്മ വല്യച്ഛനും വരുന്നു. കാർത്തുല്ലേ മോളെ? ഇല്ല. കാർത്തു എവിടെ? കാർത്തൂനെ കാക്ക കുത്തിക്കൊണ്ട് പോയടി. കാക്കയാണോ പരുന്താണോ അതോ കഴുകനാണോ? എന്താ കാർത്തൂന് പറ്റിയത്? എടി അന്നൊരുത്തൻ ഇവിടെ വന്നില്ലേ നിന്നെയൊക്കെ തിരക്കി? അരുൺ സാറോ? ആ അവൻ തന്നെ. അവന് ഹോട്ടലിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോയി അവന്റെ മുറിയിലേക്ക്. അവസാനം വഴക്കായി അടിയും പിടിയുമായി പോലീസ് വരെ എത്തി. ഇപ്പൊ രണ്ടെണ്ണം കൂടെ പോലീസ് സ്റ്റേഷനിൽ കാണും. എന്തൊക്കെയാ പറയുന്നേ? പറഞ്ഞതൊക്കെ സത്യം തന്നെ. ഞങ്ങൾ അവളെയും കൊണ്ട് പോയിട്ട് അവസാനം അവള് ഞങ്ങൾക്കൊപ്പം അല്ല നിന്നത്, അവനൊപ്പാ. അവളുടെ പാട്ടിന് പോട്ടടി. അല്ലെങ്കിൽ തന്നെ നിന്റെ ആരാ അവള്? ചേച്ചിയും കൂടെ പോയ ധൈര്യത്തിലാ ഞാൻ വരാതിരുന്നത്. നിങ്ങൾ കാർത്തൂൻ എന്ത് ചെയ്തെന്ന് പറ. എടി പവിത്രയെ, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ചേലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു നോക്ക്. അവിടത്തെ SI അവനെയാ അവളെയും കൊണ്ടുപോയത്. അരുൺ സാറിനൊപ്പോ പോയെങ്കിൽ ഭയക്കാനില്ല. അതെന്താടി അങ്ങനെ? അവനൊരു ദുഷ്ടനാണെന്നേ ആ മുഖം കണ്ടാൽ അറിയാം. ദുഷ്ടനായ ആൾക്കൊപ്പം അവള് പോയത്. അതുകൊണ്ടായിരിക്കും അരുൺ സാർ സമയത്ത് അവിടെ എത്തിയത്. എടി നീയാണോ അവനോട് അവിടെ വരാൻ പറഞ്ഞത്? ആയിരിക്കും. അത് ഇവളുടെ മുഖം കണ്ടാ അറിയില്ലേ? ഇനി എന്ത് സംഭവിച്ചാലും അതിനൊക്കെ ഉത്തരവാദി നീയാ. ആ ഇനിയിപ്പോ ഏതായാലും എന്റെ പണി പോയി. നിന്നെയൊക്കെ ഇതിനകത്ത് വിളിച്ചു കയറ്റിയ സമ്മാനം. ഓ എവിടുത്തുകാരനടി അവൻ? അതൊന്നും എനിക്കറിയില്ല. കാർത്തൂനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാതെ ഇനി എനിക്ക് സമാധാനം കിട്ടില്ല. ശരിക്കൊന്നും ഉറങ്ങാൻ പോലും കഴിയില്ല. അവള് നിന്റെ മാത്രമല്ല, നിന്റെ മോളുടെയും കൂടി ഭാവി തൊലക്കൂടി. ഫോൺ വിളിച്ചിട്ട് എടുത്തുമില്ലല്ലോ. എന്ത് സംഭവിച്ചു എന്തോ? സാറിനൊപ്പമാണെന്ന് മനസ്സിലായി. അതിന്റെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. എങ്കിലും പോലീസുകാരൊക്കെ വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന് ചേട്ടനും ചേച്ചിയും പറഞ്ഞപ്പോ ഞാൻ ശരിക്കും ഭയന്നുപോയി. എന്റെ കൂടെ വരുന്ന കാർത്തു എപ്പോഴും സുരക്ഷിതയായിരിക്കും. എല്ലാത്തിനും പവിത്രടുത്തോടെ നന്ദി പറയണ്ടേ. കാർത്തു വലിയ അബദ്ധ കാണിച്ചത്. ഒരിക്കലും പോകാൻ പാടില്ലാത്ത സ്ഥലത്തേക്കാ പോയത്. എങ്കിലും പറയേണ്ട സമയത്ത് തന്നെ ഏട്ടത്തിയത് എന്നോട് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ആ ഹോട്ടലിൽ മുറിയെടുക്കാൻ കഴിഞ്ഞു. അവനിങ്ങെത്തി. അവനിനി തല്ലുണ്ടാക്കാൻ വന്നതാണോ? നീ ഏതായാലും മുന്നിൽ തന്നെ നടന്നോ. നിനക്ക് കുറച്ച് ആരോഗ്യം കൂടുതലല്ലേ. ചെല്ല് ചെല്ല്. പോലീസുകാരെ പിടിച്ചോണ്ട് പോയിട്ട് ഞങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും തന്നെ അറസ്റ്റ് ചെയ്യേണ്ടിരുന്ന അമ്മാതിരി പണിയാ താൻ കാണിച്ചത്. ഞങ്ങൾ എന്ത് കാണിച്ചു താനീ പറയുന്നേ? ഓ, അപ്പൊ അതിന് ഞാൻ പറഞ്ഞു തരണോ?
കാര്യമൊക്കെ ശരിയാ. താൻ കാരണോ ഇവളുടെ ഒരു വരുമാന മാർഗം മുട്ടിയത്. അതുകൊണ്ട് താൻ തന്നെ ഇവൾക്കൊരു തൊഴിൽ കണ്ടെത്തി കൊടുക്കണം. ഇവക്ക് ജീവിതമാർഗം കണ്ടെത്തി കൊടുക്കണമെന്ന്. ഇനി ഇവളെ ഇതിനകത്ത് കയറ്റില്ല. പവിത്ര എന്റെ അനിയത്തിയാ. അവളെ മോളെ ഞങ്ങൾ നോക്കാം. അവർക്ക് തല ചായ്ക്കാൻ ഒരിടവും കൊടുക്കാം. ഇവളൊക്കെ റോഡരികി കിടന്നൊരു പാഴ്പെണ്ണും. അങ്ങനെയുള്ളവളെ ഒന്നും ഞങ്ങൾക്കിനി വേണ്ട. കാർത്തൂനെ അങ്ങനെ വിട്ടുകളയാൻ എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നീ ഇറങ്ങണം. നിന്റെ മോളെയും കൂട്ടി ഇവൾക്കൊപ്പം. എന്തിനാ ഇനി സംശയിച്ച് നിൽക്കുന്നേ? മോളെ റെഡിയാക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ നോക്കിയെടുത്തി. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ വീടൊന്നും അല്ല ഇത്. ദോ, ആ എന്താ എന്താന്ന്? ഒന്നും അറിയാത്തൊരു പെൺകുട്ടിയെ അഭിനയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരിക്കുന്നു. ഇതിലും നല്ലത് പോയി ചാവുന്നാടോ. പവിത്ര അടുത്തിടെ ചേട്ടനായി പോയി. അല്ലെങ്കിൽ ഈട്ടിക്കൊണ്ട് താൻ പഞ്ചറായനെ. അത് പിന്നെ ഒരബദ്ധം പറ്റിപ്പോയതാ. അബദ്ധം പറ്റിയില്ല, ഞാനവിടെ ഉണ്ടായിരുന്നോണ്ട്. അല്ലെങ്കിൽ ഇന്നത്തോടെ കാത്തൂന്റെ ജീവിതം തീർന്നേനെ. ഇയാള് വഴിയരികിൽ കിടന്നോളാ. എങ്കിലും പിച്ച വെച്ച് നടന്നതും വളർന്നതും ഒരു മനുഷ്യന്റെ തണലില്ല. കണ്ണൻ എന്ന മനുഷ്യന്റെ തണലിൽ. അതുകൊണ്ട് നിങ്ങൾക്കൊന്നുമില്ലാത്ത ഗുണങ്ങള് കാർത്തൂന് കിട്ടിയിട്ടുണ്ട്. എന്നാ താനിവളെ അങ്ങ് കെട്ടിക്കോ. അതെ, കെട്ടാൻ തന്നെയാ പോകുന്നത്. എന്താ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നോക്കി നിൽക്കാതെ കുഞ്ഞിനെ വിളിച്ചോണ്ട് വായടത്തി. എങ്ങോട്ടാ നമ്മള്? ഭയക്കാതെ ജീവിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് തന്നെയാ കൊണ്ടുപോകുന്നത്. എന്തായാലും എനിക്കൊപ്പല്ലേ വരുന്നത്, അതുകൊണ്ട് ദോഷമൊന്നും സംഭവിക്കില്ല. പവിത്രേ, ശരിക്കും ആലോചിച്ചിട്ട് വേണം പോകുന്നത്. പോയി കഴിഞ്ഞാ പിന്നെ ഗേറ്റ് കടന്ന് ഇങ്ങോട്ടേക്ക് വരരുത്. ഇല്ല, ഇങ്ങോട്ട് വന്നാലും ഇതൊക്കെയല്ലേ നടക്കാൻ പോകുന്നത്. അന്യ വീട്ടിൽ പോയി പണിയെടുത്ത് ചേട്ടനെയും ചേച്ചിയും പോറ്റേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ജയിലിൽ കിടക്കുന്ന ആള് കാർത്തൂനെ എന്നെ ഏൽപ്പിച്ചത്. എന്നിട്ട് കണ്ണേട്ടന്റെ വാക്ക് കേൾക്കാതെ ഞാൻ പലതിനും കൂട്ടുനിന്നു. ഇനി വയ്യ. സുശീല, ഇനിയെങ്കിലും നേരായ മാർഗത്തിൽ ജീവിക്കാൻ നോക്കണം. ഇവൾ എന്റെ പെണ്ണാ. അതുകൊണ്ട് താൻ വിചാരിക്കുന്ന മാർഗത്തിലേക്ക് ഇവളെ കൊണ്ടുപോകാൻ പറ്റില്ല. എങ്ങോട്ടാ അമ്മേ പോകുന്നേ? അരുൺ സാറ് കാർത്തൂനും കൂട്ടി വന്നിട്ടുണ്ട്. അവരോടൊപ്പം നമ്മൾ പോകുന്നേ. എങ്ങോട്ട്? അതൊന്നും പറഞ്ഞില്ല മോളെ. ഓ, ഇവിടെ നിന്ന് പോയാ മതി അമ്മേ. മോള് വാ. ആരടി അവൻ? നിന്റെയൊക്കെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ? ചേച്ചി കരുതുന്നത് പോലെ കുഴപ്പക്കാരനൊന്നുമല്ല. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാ. എനിക്കത് മനസ്സിലായി. നിങ്ങളെ രണ്ടുപേരെ നോക്കുന്നത് ഇനി അവനായിരിക്കും. ആ, ചിലപ്പോ ആയിരിക്കും. നോക്കിയാലും മാന്യമായിട്ട് നോക്കും. സുശീലേട്ടനല്ല, അരുൺ സാറ്. എന്നാ പിന്നെ നീ നിന്റെ കെട്ടിയോന്റെ തറവാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അങ്ങോട്ട് പോയാ പോരായിരുന്നോ? പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവിടെ വന്നാ ദുരിതമായിരിക്കുമെന്ന് അറിയായിരുന്നു. എന്നാലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്താടി ചെയ്തത്? കയറി വന്നപ്പോ ആഹാരവും കിടക്കാനും ഒരിടവും തന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതേപ്പറ്റിയൊന്നും കൂടുതൽ പറയണ്ട. എന്നെയും കാർത്തൂനെയും ജോലിക്ക് വിട്ടത് ചേച്ചിക്കും ചേട്ടനും ജീവിക്കാനാ. കുഞ്ഞിന് പോലും നേരെ ചൊവ്വേ ഭക്ഷണം കൊടുത്തിട്ടില്ല. ഓഹോ, ഇനിയിപ്പോ എന്തും പറയാമല്ലോ.
ആണൊരുത്തം വന്നു കഴിഞ്ഞല്ലോ. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല ചേച്ചി. അന്യന്റെ വീട്ടിൽ പണിക്ക് പോകാനാണെങ്കിൽ അതിന് ചേച്ചിയുടെയും ചേട്ടന്റെയും സഹായമൊന്നും വേണ്ട. പിന്നെ നീയൊക്കെ ഇങ്ങോട്ട് സുഖവാസത്തിന് വന്നതാണോ? സ്വസ്ഥമായിട്ട് കഴിഞ്ഞോണ്ടിരുന്നോ ഞങ്ങള്? ഇടയ്ക്ക് വേറൊരുത്തിയും കൂട്ടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മനസ്സമാധാനം കളയാൻ. ഇന്നത്തോടെ എല്ലാം തീർന്നല്ലോ. എന്നുവെച്ച് എന്തെങ്കിലും ഒരു ദിവസം ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെയാണോ അവിടെ വരാം. ഒരിക്കലും ഞങ്ങൾ ഇതുപോലെ നനഞ്ഞിടം കുഴിക്കില്ല. ഞാനും സുശീലേട്ടനും വന്നിട്ടുണ്ടടി നിന്റെ കെട്ടിയോന്റെ തറവാട്ടിലേക്ക്. അന്നത്തെ കഥകളൊന്നും എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കണ്ട. എന്നാലും ഇതുപോലൊന്നും ഞങ്ങളാരും സംസാരിച്ചിട്ടില്ല. പറമ്പിൽ കണ്ണേട്ടൻ ജോലി ചെയ്യുമ്പോ ഒന്ന് സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. പശുവിനൊന്ന് കുളിപ്പിക്കാനോ അതിന് ഭക്ഷണം കൊടുക്കാനോ പറഞ്ഞിട്ടുണ്ടാവും. അതിനപ്പുറം ഒന്നുമില്ല. ചേച്ചി എന്നെ അടുക്കളപ്പണിയിൽ സഹായിച്ചുകൊണ്ട് എത്ര നാൾ അവിടെ നിന്നത്? കണ്ണേട്ടന്റെ അമ്മ എന്തെങ്കിലും കുത്തുവാക്കുകൾ പറയും. അതല്ലാതെ നിങ്ങൾക്ക് രണ്ടാൾക്കും വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ സുശീലേട്ടന്റെ ചില നേരത്തെ സംസാരവും നോട്ടവും ഒട്ടും ശരിയല്ല. അത് കണ്ടിട്ട് കണ്ണേട്ടൻ പ്രതികരിച്ചിട്ടുണ്ടാവും. അതല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ശരി ശരി, നീയേ കൊച്ചിനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. വാ മോളെ. എവിടെ പോയാലും ഗതി പിടിക്കത്തില്ലടി. സാരമില്ല, ചത്താലും കുഴപ്പമില്ല. എല്ലാരും ഒന്ന് ഇറങ്ങോ. മോളിവിടെ ഇരുന്നോ? ഇതുവരെ അവത്തേടത്തോട് പറയണത് പറഞ്ഞില്ല. അഞ്ചരക്കാണല്ലോ ചേർത്തടുത്ത് ഭഗവതി ക്ഷേത്രം തുറക്കുന്നത്. ആ നേരത്തെ തന്നെ ഞങ്ങൾ രണ്ടാളും തുളസിമാലയായിട്ട് ക്ഷേത്രമുറ്റത്തെത്തി. നട തുറന്നപ്പോ തന്നെ അത് പരസ്പരം ഞങ്ങൾ കഴുത്തിലണിഞ്ഞു. പിന്നെ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം നടന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇയാളുമായിട്ട് ഒന്നിക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു ഏടത്തി. അതുകൊണ്ട് നിയമപരമായിട്ട് എന്റെ ഭാര്യ ഇപ്പൊ കാർത്തു. എന്നാ ഒന്നിച്ച് താമസിക്കാൻ ഞങ്ങൾ രണ്ടാളും മാനസികമായിട്ട് പ്രിപ്പയർഡ് അല്ല. അതുകൊണ്ട് ഞാൻ ഏർപ്പാടാക്കിയ വാടക വീട്ടില് ഏടത്തിക്കും മോൾക്കൊപ്പം തൽക്കാലം ഇയാൾ താമസിക്കും. സാറിന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന ശേഷം കാർത്തു എല്ലാ ആഗ്രഹവും ഉപേക്ഷിച്ചതാ. എനിക്കറിയാം. അതുകൊണ്ടാ പിടിച്ചു പിടിയാൽ ഞാൻ താലി കെട്ടിയത്. കാർത്തു, താലി ഏട്ടത്തി കാണിക്കേ.
വലിയൊരു ആഗ്രഹമായിരുന്നു മോളുടെ കല്യാണം. അതുകൊണ്ട് നമ്മളിപ്പോ ജയിലിലേക്കാ പോകുന്നത്. എനിക്കും കാർത്തൂനും കണ്ണേട്ടന് അനുഗ്രഹം വാങ്ങിക്കണം. പിന്നെ പപ്പേട്ടനും അഖിലൊക്കെ നിങ്ങൾക്കായി എടുത്ത വീട് റെഡി ആയിക്കൊണ്ടിരിക്കാൻ. അവിടെ അത്യാവശ്യം ഫർണിച്ചറും മറ്റും മേടിച്ചിടുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് ചെല്ലാം.